വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കടലുപോലാണ് ജനം ഒഴുകിയെത്തുന്നത്. ഇത് ശരിക്കും പാർട്ടിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ. അല്ല, വി എസിനുണ്ടാകുന്ന ആൾക്കൂട്ടം കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയൊന്നും സന്തോഷിക്കില്ല. ഇത് വി എസിന് മാത്രമായി കിട്ടിയിരിക്കുന്ന ആൾക്കൂട്ടമാണ്. അതങ്ങ് ആലപ്പുഴ വരെയും ഉണ്ടാകും. അത് വി എസ് ഉണ്ടാക്കിയെടുത്ത ഒരാൾക്കൂട്ടമാണ്. ഈ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചു കുട്ടികൾ മുതൽ അല്ലെ അപാലവൃദ്ധം ജനങ്ങളും ഒരേപോലെ വി എസിൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ ആകൃഷ്ടരായി മാറിയിട്ടുണ്ട്. വി എസിൻ്റെ ആ ഒരു ശരീരം മുഴുവൻ ഇളക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗം, ആരോഹണ അവരോഹണ ക്രമത്തിലുള്ള ആ ഒരു 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 വായ്ത്താരി, ഇതൊക്കെ മറ്റൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു പ്രഭാഷകനോ കിട്ടാത്ത കാര്യമാണ്. ഏത് വാർദ്ധക്യത്തിലും രാഷ്ട്രീയത്തിലും ആ വാക്കിലുമൊക്കെ ഇദ്ദേഹം യൗവനത്തിൽ തന്നെയാണ് നിന്നത്. ഇപ്പം ഇതേപോലുള്ള ആൾക്കൂട്ടം കിട്ടിയിട്ടുണ്ട്, ഇ എം എസിന് കിട്ടിയിട്ടുണ്ട്. ഇ എം എസിൻ്റെ ഒരാൾക്കൂട്ടം വേറൊരു തരത്തിലായിരുന്നു. അവിടെ വന്ന ആൾക്കൂട്ടത്തിൽ ഈ ബൗദ്ധിക തലത്തിൽ നിൽക്കുന്നവരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഇ എം എസിന് അങ്ങനെ ഒരു വലിയ മുഖമുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള, രാഷ്ട്രീയം പോലെ തന്നെ അദ്ദേഹത്തിന് വശമായിരുന്നു സാഹിത്യവും. അപ്പം സാഹിത്യത്തിലൊക്കെ വളരെ ശക്തമായ ഇടപെടലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളം മലയാളികളുടെ ജന്മഭൂമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഇപ്പോഴും അത് ഭാഷ പഠിക്കുന്നവരും ചരിത്രം പഠിക്കുന്നവരും അത് അന്വേഷിച്ചു പോവുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത്. ഇ എം എസിന് കിട്ടിയിട്ടുള്ള, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കേരള സർവകലാശാല കുമാരനാശാൻ സ്മാരക പ്രഭാഷണമുണ്ട്. ഒരു വർഷത്തിൽ 3 ദിവസം. 3 ദിവസം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 1 മണിക്കൂർ, 5:30 മുതൽ 6:30 വരെ, അങ്ങനെ 3 ദിവസങ്ങളിൽ വൈകുന്നേരങ്ങൾ. അത് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരാണ് വരുന്നത്. ഒരു വർഷത്തേത് ഇ എം എസ് ആയിരുന്നു. സർവകലാശാല സെനറ്റ് ഹാളിലാണ്. ഞാനന്ന് മലയാള ഭാഷയും സാഹിത്യവും പഠിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങളെ കോളേജിൽ നിന്ന് പ്രത്യേകം ചട്ടം കെട്ടിയിട്ടുണ്ട്, ഇത് പോയി കേൾക്കണം, എല്ലാം നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ്. നമുക്കൊരു അസൈൻമെൻറ്റ് പോലെ തന്ന് ഞങ്ങൾ പോവുകയാണ്. നമ്മളവിടെ 5 മണി ചെന്ന് എത്തിയപ്പോഴേക്കും സെനറ്റ് ഹാൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹാളാണ് അന്നത്തെ. ഹാള് നിറഞ്ഞ് കവിഞ്ഞു. പിന്നെ 1 മണിക്കൂറാണ് പ്രഭാഷണം. 1 മണിക്കൂർ നിന്ന് കേൾക്കേണ്ടി വന്നു. 3 ദിവസവും ഇത് തന്നെയായിരുന്നു. ഹാള് നിറഞ്ഞു എന്നുള്ളതാണ്. ഇ എം എസിൻ്റെ പ്രസംഗത്തിന് അത് സാധാരണക്കാരനെ പോലും പിടിച്ചിരുത്തുന്ന തരത്തിലാണ്. ഒരു ബൗദ്ധിക തലത്തിലുള്ളവരും ഉണ്ടാകും. രാഷ്ട്രീയത്തിലാണ്, രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഇ എം എസ് പ്രസംഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഇ എം എസിന് കൃത്യനിഷ്ഠ വളരെ കൃത്യമാണ്. കൃത്യനിഷ്ഠയുള്ളവരെന്ന് പറയുന്നത് വളരെ അപൂർവം ചിലരേ ഉള്ളൂ. പിന്നെ ഇ എം എസ്, എ കെ ആൻ്റണി, പിന്നെ ഗാന്ധിജി പിന്നെ 10 മിനിറ്റ് മരിച്ചത് താമസിച്ചു പോയി. അവിടെ മാത്രം കൃത്യനിഷ്ഠ പോയി എന്നുള്ളതാണ്. പിന്നെ കോട്ടയത്ത് ഡി സി കിഴക്കേമുറി, ഇങ്ങനെ ചിലരേ ഉള്ളൂ കൃത്യനിഷ്ഠയുള്ളത്. ഇ എം എസിൻ്റെ കൃത്യനിഷ്ഠയൊക്കെ തന്നെ പത്രക്കാർക്കും അറിയാം. ഇ എം എസ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ അവിടെ എത്തുന്നതിൽ പത്രക്കാരായിരിക്കും ആദ്യം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠ അറിയാവുന്നതുകൊണ്ട്. അതുപോലെ എ കെ ആൻ്റണിയും കൃത്യനിഷ്ഠയുള്ള ആളാണ്. അപ്പം ഈ ഇ എം എസ് പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ആ പാർട്ടിയിൽ പെട്ടവർ മാത്രമല്ല, മറു പാർട്ടികളിലുള്ളവർ പോലും ആ പ്രസംഗം കേൾക്കാൻ എത്തും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ കേട്ടിട്ട് അദ്ദേഹം പിന്നെ പോകുന്നത് ആറ്റിങ്ങലേക്കാണ്. കൂടെ പോകും ആൾക്കാർ. പിന്നെ പോകുന്നത് കൊല്ലത്തേക്കാണ്. ഈ 3 ഒരേ ദിവസം പോയി പ്രസംഗം കേട്ടിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്. ഇ എം എസിന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ഇന്നത്തെ പോലുള്ള വലിയ സുരക്ഷാ കവചമൊന്നുമില്ല, വാരി പുണരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇ എം എസ് ധീരതയോടെ നയിച്ചോളൂ എന്നുള്ളത്. പിന്നെ ചിലരുണ്ട് കേട്ടോ, ഇ എം എസിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കം കേൾക്കാൻ മാത്രം വരുന്നവർ. ഇ എം എസിനെ കളിയാക്കുകയല്ല, ഇ എം എസിൻ്റെ വിക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. കൊച്ചുകുട്ടികൾ പോലും ഇ എം എസിനോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തക ചോദിച്ചു, എപ്പോഴും വിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇ എം എസ് പറഞ്ഞ് എപ്പോഴും ഇല്ല, പിന്നെ സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത്
ഇപ്പോഴും വളരെ ഹിറ്റായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ നേരം ആ വിക്കിങ്ങനെ നിൽക്കും. അത് തന്നെ അതിന് ഒരു സൗന്ദര്യം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ EMS പ്രസംഗം ഒരുപാട് കേട്ടിട്ടുള്ളവനാണ്. ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ആ പ്രസംഗമെല്ലാം ലഭ്യമാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് EK നായനാർ. അതിനകത്ത് അവിടെ ഈ EK നായനാർ പ്രസംഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് നിരയിലെ കോൺഗ്രസ്സുകാർ വരെ അവിടെ വന്നിരിക്കും. അത് പ്രസംഗിക്കാൻ വരുന്നത് തന്നെ ഒരു കലയാണ്. കയ്യിൽ ഒരു കെട്ട് പേപ്പർ ഉണ്ടാവും. ഹിന്ദു, മനോരമ, ദേശാഭിമാനിയും കാണും. ഇതെല്ലാമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടൊരു വരവാണ്. പ്രസംഗിക്കുന്നതിനിടയിൽ ഈ പത്രക്കെട്ടുകളെല്ലാം കൂടെ എടുത്തങ്ങ് ഉയർത്തും. ഓൻ രാവിലെ വായിച്ച പത്രത്തിലുണ്ട്, നിങ്ങൾ വായിച്ച കടലാസിലില്ലേ ഇത് എന്നൊക്കെ ചോദിക്കും. മനോരമയ്ക്കിട്ടൊരു കൊട്ട, ഹിന്ദുവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹിന്ദു അവരുടെ കടലാസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോകും. ഇത് ജനത്തിന് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം ഇത്രയും തമാശ പ്രസംഗത്തിൽ കലർത്തി കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിന്നെ വേറെ ഇല്ലെന്നുള്ളതാണ്. ഈ VS എന്ന് പറഞ്ഞാൽ ഞാൻ 2016 തെരഞ്ഞെടുപ്പ് വേളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു പിന്നെ ചാനലിന് വേണ്ടി പോയതാണ്. പീരുമേട് ചെല്ലുമ്പോൾ വൈകിട്ട് 5 മണിക്ക് പീരുമേട്ടിലെ അവിടെ മൈതാനിയിൽ VS വരുന്നു. പീരുമേട്ടിൽ അന്ന് മത്സരിക്കുന്നത് ബിജി മോളാണ് CPIയുടെ. ജനം 2 മണി കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് ഒഴുകുകയാണ് കേട്ടോ. വലിയ ഒരു ജനമെന്ന് പറഞ്ഞാൽ വെറും പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും പ്രായമായവരും കുട്ടികളും. അപ്പോൾ ഞാനിത് മാറി നിന്ന് നമ്മളിവരെ ഈ കൗതുകത്തോട് ഇങ്ങനെ കാണുകയാണ്. ഇവരുടെ എന്തൊക്കെയാണ് പറയുന്നത്, അവർ പറയുന്നുണ്ടോ, എത്ര നാളായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്, TV മാത്രമാണ് കാണുന്നത്, ഒന്നൊന്ന് കാണണം നേരിൽ. ഈ മനുഷ്യനെ അവിടെ വന്ന് എത്രയോ മാറിയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി നിർത്താൻ കഴിഞ്ഞുള്ളൂ. അത്ര ജനം നിറഞ്ഞ് കവിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എന്നിട്ട് ആൾക്കൂട്ടത്തിലുള്ള ഒരു വരവ് ഇദ്ദേഹത്തെ ആനയിക്കുന്നത് എന്തൊരു ആവേശത്തോടാണെന്നറിയാമോ? ആ ആവേശം മുഴുവനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ കണ്ടത്. ഇത് കേരളത്തിൽ ഇത് അങ്ങോട്ട് കൂടി കാണാം. ഇത് മുഴുവൻ കണ്ടിട്ട് CPM എന്ന് പറയുന്ന പാർട്ടി പിന്നെ അഹങ്കരിക്കുകയൊന്നും വേണ്ട. ഇത് VS മാത്രം സ്വത്താണ്. VS ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ പ്രസംഗത്തിലെ ഒരു രീതിയുണ്ടല്ലോ. അദ്ദേഹം ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്ത കമ്മ്യൂണിസത്തിലെ തീപ്പൊരി എന്നാണ്. അങ്ങനെയാണ് 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണപിള്ള ഇദ്ദേഹത്തെ പാർട്ടിയിൽ അംഗത്വം കൊടുത്തത്. 18 വയസ്സ് തികയണം, പക്ഷേ അദ്ദേഹത്തിന് 18 വയസ്സ് തികയാൻ വന്നില്ല, അതിനു മുമ്പ് കൊടുത്തു. അപ്പോൾ ഈ കയർ തൊഴിലാളികളോട് സംസാരിച്ച് അവരെ പ്രായമായവരും ഒക്കെ ഉണ്ട്. അവരൊന്നും സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളവരല്ല. അവരെയൊക്കെ തന്നെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത ഈ താൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ അവിടെ ഇരുത്തണമല്ലോ. അതിനുവേണ്ടി അദ്ദേഹം അന്നേ ഉണ്ടാക്കിയ ഒരു പ്രസംഗ രീതിയാണ് ഈ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒന്നെന്ന് പറയുന്നത്. എന്നിട്ട് അന്ന് ഈ വലിച്ചു നീട്ടി പോകുമ്പോൾ ഈ ശരീരം മുഴുവൻ ഒരു ഇളക്കി ആട്ടമുണ്ട്. അങ്ങനെ ഇളകി ആടിക്കൊണ്ടുവരുന്ന അതാണ് ഈ MN വിജയൻ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിലെ വെളിച്ചപ്പാടെന്നാണ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണം. കുമരഴിക്കോടും ഒക്കെ ഇദ്ദേഹത്തെ ഒരുപാട് പിന്നെ വാഴ്ത്തിയിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ജനകീയമായിട്ടുള്ള ഇടപെടൽ എല്ലാ വിഷയങ്ങളിലും, പരിസ്ഥിതി, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഇതിനെതിരെ അവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ കൊണ്ടു നടക്കണം എന്നൊക്കെ പറയുന്ന ഒരു പെൺപക്ഷം ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുഴുവൻ ജനങ്ങളെയും തന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് VS. അതാണ് ഈ ആൾക്കൂട്ടം. EMS മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് AKG സെൻറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഇതുപോലെയാണ്, ജനം ഒഴുകുകയാണ്. അന്ന് ദൂരദർശനും ആകാശവാണിയും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഏഷ്യാനെറ്റുണ്ട്, പിന്നെ മറ്റേതോ ഒരു 1-2 സ്വകാര്യ ചാനലും കൂടെ, മറ്റൊന്നുമില്ല. ജനം ഇന്നാണെങ്കിൽ എല്ലാവർക്കും ക്യാമറ എടുക്കാം, ക്യാമറ ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പം ഈ ജനം അങ്ങോട്ട് ഒഴുകുകയാണ് AKG സെൻറ്ററിൽ. പിറ്റേ ദിവസം ദർബാർ ഹാളിൽ നിന്ന് തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിലാണ് ഇദ്ദേഹത്തെ അടക്കുന്നത്.
ONV ആണ് ശാന്തി കവാടം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ഓവർ ബ്രിഡ്ജ് വഴി ചുറ്റി ഇങ്ങനെ വരികയാണ്. ജനം നിറഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇവിടെ കടകളെല്ലാം അടച്ച് അത് അന്ന് ഈ പിന്നെ വേറൊരു തരത്തിലുള്ള ആൾക്കൂട്ടമായിട്ടാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത്. അന്ന് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയി ഇവിടെ തിരുവനന്തപുരത്ത് എത്തി EMSന്റെ മരണ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട്. എന്നിട്ട് കൂടിയ അനുശോചന യോഗത്തിൽ ഇദ്ദേഹമായിരുന്നു പ്രധാന വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടം, ഇതുപോലൊരാൾക്കൂട്ടം, ഈ കനാനാരുടെയും ശവശരീരം കണ്ണൂരിലേക്ക് പോകുമ്പോഴും കേരളത്തിൻ്റെ പ്രധാന പാതയിൽ ഇരുവശവും ഇതുപോലെ എത്രയോ സമയമെടുത്തു എന്നുള്ളതാണ്. ഇതുപോലൊരാൾക്കൂട്ടം നമുക്കിനി കാണാൻ അല്പം പ്രയാസമായിരിക്കും ഇനിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്. ചിലപ്പോൾ ചിലർ മരിക്കാൻ തന്നെ പേടിക്കുന്നുണ്ടാകും, ഈ ആൾക്കൂട്ടം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഓർത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.